ഇന്ന് നമ്മളുടെ കൂടെ ഹോട്ട് സീറ്റിലുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ രമേശ്. രമേശ് ഒരു വെൽത്ത് അഡ്വൈസർ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് രമേശ്. അപ്പൊ നമുക്ക് രമേശിനെ കുറിച്ച് കൂടുതൽ അറിയാം, രമേശിന്റെ സർവീസുകളെ കുറിച്ച് കൂടുതൽ അറിയാം, രമേശിനെ എങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോ ടു രമേശ്. ഹായ് രമേശ്. ഹായ്, സോ ഗുഡ് ഈവനിങ് ഓൾ. ഹാ, ഞാനപ്പോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് പരിചയപ്പെടും. ചെയ്യാം. ആ, എൻ്റെ പേര് രമേശ് ചന്ദ്രൻ എന്നാണ്. എൻ്റെ സ്വദേശം ചാലക്കുടിയാണ്. ഒരു ആ, നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫീൽഡിൽ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇക്വിറ്റി ബ്രോക്കിംഗ് ഫീൽഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ടോട്ടൽ 18 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇപ്പോ എടപ്പള്ളിയിലെ നമ്മളൊരു ഇൻവൈസ് ഫിൻടെക് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ ആയി. ഒരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനി ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ സർവീസുകൾ മെയിൻ ആയിട്ട് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് സെക്ടറും ഉണ്ട്. ഇത് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഒരു പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനറായിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവില്. അപ്പോൾ അതിന് നമ്മളൊരു ലോങ് ടൈം വ്യൂവിൽ എങ്ങനെ ഒരാൾക്ക് നമുക്കിപ്പോൾ നമ്മൾ ആക്ച്വലി ഫൈനാൻഷ്യൽ ഡോക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതിനെ നോക്കി കാണുന്നത്. അത് നല്ലൊരു ടേം ആണ്, ഫൈനാൻഷ്യൽ ഡോക്ടേഴ്സ് അല്ലെ? അതെ. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് വെൽത്ത് ആണല്ലോ എപ്പോഴും നമ്മൾ പറയല്ലേ. അപ്പൊ ഹെൽത്തിന് ഡോക്ടർ ഉണ്ട്, വെൽത്തിനും ഡോക്ടർ വേണ്ടേ? അതെ. നൈസ്, വെൽത്ത് ഡോക്ടേഴ്സ്. ഓക്കെ. സോ എടപ്പള്ളിയിലാണ് ഓഫീസ്, ഇൻവൈസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻവൈസ് സെർച്ച് ചെയ്താൽ മതി. INWISE അല്ലെ? അതെ. ഓക്കെ. ഈ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് രമേശ് വന്നത്? സ്റ്റോക്ക് ബ്രോക്കിംഗ് അല്ലെങ്കിൽ ആക്ച്വലി ഞാൻ ഗ്രാജുവേഷൻ BCom ആയിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ട്രെയിനി ആയിട്ട് ആണ് ഈ ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒന്നും അറിയില്ല നമുക്ക് എന്താണ്. നമ്മൾ ഗ്രാജുവേഷനിൽ പഠിക്കുന്നൊന്നുമല്ലല്ലോ പ്രാക്ടിക്കലി വരുമ്പോൾ. അപ്പോൾ അപ്പോൾ ഒരു ട്രെയിനി എന്നുള്ള നിലയിൽ വന്നു. നമ്മൾ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് അതിന്റെ ഒരു ഡീലർ എന്നുള്ള പോസ്റ്റിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ ബ്രാഞ്ച് ഇൻചാർജ് ആവുന്നു. പിന്നെ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഹെഡ്ജ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞ ഫേമിലാണ്. അവിടെ ആലുവ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ഒരു മാനേജിങ് പാർട്ണറായിട്ട് 2 പേര് ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ഫേം ആണ് ആദ്യം ആലുവയിലായിരുന്നു. അവിടെ ഒരു 7 കൊല്ലം നമ്മൾ റൺ ചെയ്തു. ആക്ച്വലി അവിടെ നിന്ന് പോരുമ്പോൾ 2 ബ്രാഞ്ചും നമുക്കൊരു 10-12 സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് റിലീവ് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയാ ഒരു എബ്രോഡ് അല്ലെങ്കിൽ നമുക്കൊരു മിഡിൽ ഈസ്റ്റ് ഒക്കെ കവർ ചെയ്യാവുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു പാഷന്റെ പുറത്താണ് അങ്ങനെ ചിന്തിച്ചത്. കാരണം എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ചുമ്മാ ബ്രോക്കിംഗ് മാത്രമായിട്ട് ഇരിക്കാതെ നമുക്ക് ഈ മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി പറയാം. അതായത് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ആവശ്യം എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ചിന്തിക്കാൻ കാരണം, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ലേറ്റസ്റ്റ് HDFC മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു സർവേ പ്രകാരം ഒരു 75% ആളുകളും എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ 14% ഫൈനാൻഷ്യലി ലിറ്ററസി ഉള്ളൂ എന്നുള്ളതാണ് ഒരു കണക്ക് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു സ്കോപ്പ്, അതായത് നമുക്ക് എത്രത്തോളം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ. ഈ വെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ കാണേണ്ടത്? എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ശരിക്ക് വെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എല്ലാവരും ഷോർട്ട് ടൈം ആയിട്ടാണ് പൊതുവെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, എല്ലാവരും ഷോർട്ട് ടൈം ആയിട്ടാണ് ചിന്തിക്കുക. അതുപോലെ തന്നെ
പ്രധാനമായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള റെഗുലർ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 99% ആളുകളും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് പേരായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഒരു പേഷ്യൻസ് ഇല്ല. ഇപ്പോൾ വെൽത്ത് ക്രിയേഷന്റെ ഒരു ഫോർമുല തന്നെ സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് പേഷ്യൻസ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പേഷ്യൻസ് ഇല്ലാത്തതാണ് പ്രധാനം. സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ പേഷ്യൻസ് ഇല്ല. അപ്പോ മാത്രമല്ല, അത് ഏത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും, ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ റിസ്ക് ഫാക്ടർ എന്താണ്, ഏത് രീതിയിൽ അത് റിസ്ക് മാനേജ് ചെയ്യണ്ടേ, അത്തരം കാര്യങ്ങൾ ആരും സ്റ്റഡി ചെയ്യാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ സ്റ്റഡി ചെയ്താൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. രമേശ്, ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്യാം. അതായത് ഓക്കെ. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു സാധാരണ ഫാമിലി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്കൊരു ജോബ് ഉണ്ടായിരിക്കും, ഒരു ഫിക്സഡ് റവന്യൂ വരുമാനം ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് റവന്യൂവിൽ കിട്ടുന്ന ഇൻകം വെച്ചിട്ട് വേണം അവർക്ക് ആ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മൾ പൊതുവെ പലരുടെ അടുത്തും റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ളൊരു ബാക്കപ്പോ അല്ലെങ്കിൽ അത്രയും എമൗണ്ട് മാറ്റാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവരെപ്പോകുന്നത്, കാരണം ഒന്ന് EMIs ഓൾറെഡി അവർ അടയ്ക്കുന്നുണ്ടായിരിക്കും, പിന്നെ ഡെയിലി ലിവിങ് ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് പൂർണ്ണമായും ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും, ഓരോ എംപ്ലോയി ലൈഫ് അല്ലെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഇൻകം ഉള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എപ്പോൾ പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതാണോ അതിന്റെ യഥാർത്ഥ ട്രാക്ക്, അതോ അതല്ലാതെയും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്? ആക്ച്വലി ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട്, അല്ലെങ്കിൽ ആളുകൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് സിംപ്ലി മീൻസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇപ്പോ റെഗുലർ ആയിട്ടുള്ള ഇൻകം, അത് എത്ര എമൗണ്ട് എന്നുള്ളതല്ല, മന്ത്ലി ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻകം ഉള്ള ഒരാൾക്ക് അത് പൊതുവെ എല്ലാവർക്കും തോന്നുന്നത്, എനിക്ക് 20,000 രൂപ ശമ്പളമുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ട്, എനിക്ക് അവിടെ അത് ചെലവുണ്ട്, ഇവിടെ ചെലവുണ്ട്, ആ ലോൺ അടയ്ക്കണം, ഈ ലോൺ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ധാരണയിലാണ് ആളുകൾ പോകുന്നത് തന്നെ. ശരിക്കും ആ ഇൻവെസ്റ്റ്മെന്റിൽ ഭയം കൂടെ ഉണ്ടായിരിക്കും. അല്ല, ഇൻവെസ്റ്റ്മെന്റ് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അപ്പൊ ഈവൻ ഒരു ബാങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ പോലും ഒരു RD ചേരാലോ, അതുപോലും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ആ ഒരു അത് പോസിബിൾ അല്ല എന്ന്. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ, ഞാനൊരു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഒരു ഇയർലി ഒരു 2 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന മാതിരി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സജഷനാണ് ഞാൻ കൊടുത്തത്. അപ്പൊ അത് ഒരു പാറ്റേൺ പറഞ്ഞു കൊടുത്താണ്. പക്ഷെ അദ്ദേഹം എടുത്ത വഴി ചോദിച്ചത്, ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് 2 lakh ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തില് ഒരു 16,000 രൂപ വരും. അപ്പൊ എന്തിനാ 2 lakh പറ്റാത്ത ആൾക്ക് 1 lakh വെച്ച് ചെയ്യാറ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമല്ലേ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ 1 lakh പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അതും 1 lakh എന്ന് പറയുമ്പോൾ 2 lakh എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുകയാണ്, അത് നടക്കില്ല. എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെഗുലർ ഇൻകത്തിന്റെ ഒരു 30% നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അത് പറ്റും തന്നെയാണ്. കാരണം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ഒരാള് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് എടുത്ത് അയാൾ കയറി ഇറങ്ങി പുറത്തേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 30% സാധനങ്ങൾ അത്യാവശ്യമില്ലാത്തതായിരിക്കും ആളുടെ ബാസ്ക്കറ്റിലുള്ളത്. നമുക്ക് ഇനി ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഇനി പോണ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാരും അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോ ആ രീതിയിലാണ് സൂപ്പർ മാർക്കറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അഗ്രി ചെയ്യുന്നു. അതായത് ഞാൻ പൊതുവെ ഒരു 100-150 രൂപയുടെ വീട്ടിലേക്കുള്ള ഐറ്റം വാങ്ങാൻ പോയി ഇറങ്ങുമ്പോൾ 1,500 രൂപയുടെ ബില്ലും കൊണ്ടാണ് ഞാൻ പൊതുവെ ഇറങ്ങാറുള്ളത്. കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിഠായി ആയിരിക്കും കൂടുതലും. അത് അവര് ക്ലോസ്ഡ് ആയിരിക്കും സൂപ്പർ മാർക്കറ്റ്. പുറത്തേക്ക് കയറിയത് ഈ കൂടെ തന്നെ ഇറങ്ങണം.
അതെ ലാസ്റ്റ് ബില്ല് കൊടുക്കുന്ന സമയത്തായിരിക്കും ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതെ ഏറ്റവും അത്യാവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഏറ്റവും എൻഡ് സൈഡിലായിരിക്കും. അതെ അപ്പോൾ നമ്മൾ പോയി ഇറങ്ങി വരുമ്പോഴേക്കും അങ്ങനത്തെ സൈക്കോളജി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ പോയാലും മിനിമം 30% സാധനങ്ങൾ നമ്മൾ അഡീഷണൽ വാങ്ങിച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന സാധനങ്ങൾ വാങ്ങിച്ചു. അത് തന്നെ ബോധപൂർവം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാസം ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനഫ് മണിയാണ്. അതെ അപ്പൊ അങ്ങനെ ഓരോ ചെറിയ 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 ചെലവുകൾ നമുക്ക് ചുരുക്കാൻ പറ്റുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ഉം. അപ്പോ പിന്നെ നീഡ്സും വാണ്ട്സും എന്താന്നുള്ളത് തിരിച്ചറിയണം. നമുക്ക് നീഡ്സ് എന്താണ്, നമുക്ക് വാണ്ട്സ് എന്താന്നുള്ളത്. ഉം. ഇപ്പൊ ഒരു സാധാരണ ഒരു ശരാശരി 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു 4 വീലർ എന്ന് പറയുന്നത് നീഡ്സ് ആണെന്ന് പറയാം. അത് ഉം. ഹോണ്ട സിറ്റി തന്നെ വേണം, അല്ലെങ്കിൽ വേറെ വേണമെന്ന് വിചാരിക്കുന്നതാണ് വാണ്ട്സ് ശരിക്കും പറഞ്ഞത്. ഉം. അപ്പോ അവിടെ നമുക്ക് അത് നമുക്ക് അതിലേതാണ് വേണ്ടത്, നീഡ്സ് ആണോ വാണ്ട്സ് ആണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ കുറെ എക്സ്പെൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ പറ്റും. അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ അതെ അതിന് എക്സാമ്പിൾ ഇപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് സംസാരിച്ചു. അവര് 26 വയസ്സ് 27 വയസ്സുള്ള കപ്പിളാണ്, ഉം. ഫോട്ടോഗ്രാഫേഴ്സാണ്. അവര് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അവർക്കൊരു പ്ലാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി, ചെയ്യാൻ തയ്യാറായി. പക്ഷെ ആ തയ്യാറായ നെക്സ്റ്റ് സെക്കൻഡിൽ എന്റെ അടുത്ത് ചോദിച്ചു, ഇതെനിക്ക് ലോങ് ടൈം അടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല, കാരണം ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയാണ്, ബിസിനസ് ആണ്. ഈ മാസം വരുമാനം ഉണ്ടെങ്കിൽ അടുത്ത മാസം വരുമാനം ഉണ്ടോ എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ ഈ ഉം. മാസം 1 ലക്ഷം കിട്ടും, ചിലപ്പോൾ അടുത്ത മാസം 0 ആയിരിക്കും. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് റെഗുലർ ആയിട്ട് ഒരു 20,000 വെച്ച് അടയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ 10,000 വെച്ച് അടയ്ക്കാൻ പറ്റുക? ഉം. അപ്പൊ ഞാൻ എടുത്ത വഴി ചോദിച്ചു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലോൺ ഉണ്ടോ? അപ്പൊ ഉം. പറഞ്ഞു കാർ ലോൺ ഉണ്ട്. അപ്പൊ അവര് കാർ ലോൺ ഉണ്ട് അതുകൊണ്ടാണ് അടയ്ക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു കാർ ലോൺ എത്രയാണ്? കാർ വോക്സ് വാഗൺ ആണ്, 22,000 മാസം അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത, റെഗുലർ ആയിട്ട് അടയ്ക്കാൻ ഉറപ്പില്ലാത്ത, ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ എന്തുകൊണ്ട് ഒരു കാർ ലോൺ എടുത്തു? എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുന്നു? ഉം. അപ്പൊ അവർക്ക് ഉത്തരവില്ല. കാരണം വെച്ചാൽ അത് അവരുടെ വാണ്ട്സ് ആണ് ആക്ച്വലി. അപ്പൊ അവർ അതിനു വേണ്ടി പൈസ കണ്ടെത്താൻ തയ്യാറാവുന്നു, പോസിബിൾ ആക്കുന്നു. അത് ചെയ്യാൻ ഉം. അതെങ്ങനെയെങ്കിലും അടയ്ക്കും. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന് പ്രയോറിറ്റി കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഉം. അപ്പോ നമുക്ക് രണ്ടും വേണം. നമ്മുടെ അത്യാവശ്യം വാണ്ട്സും നടക്കണം, നീഡ്സ് മാത്രമല്ല. അപ്പോ അതിന്റെ കൂടെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പോസിബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. പോസിബിൾ അല്ല എന്ന് പറയുന്നവർക്കൊക്കെ പോസിബിൾ ആണ്. ഉം. ഇതൊരു മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലം ആണ് അല്ലേ? കാരണം അതെ, നമ്മളെ തീർച്ചയായിട്ടും. ഒരിക്കലും വീട്ടിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലോ എങ്ങനെ ഇതിനൊരു പ്രയോറിറ്റി കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇല്ല ഇല്ല. അത് സ്കൂളിലാണെങ്കിലും പഠിപ്പിക്കുന്നത് സേവ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അതെ അതെ സേവ് ചെയ്യാൻ അതെ അതെ യെസ് ഇൻവെസ്റ്റ് ചെയ്യാൻ സേവിങ്സും പഠിപ്പിക്കും. ഇൻവെസ്റ്റ്മെന്റും വ്യത്യാസമുണ്ട്. അതുപോലെ തീർച്ചയായും. വെൽത്തി മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും ഉണ്ടല്ലോ. അപ്പോൾ വെൽത്തി മൈൻഡ് സെറ്റ് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ആദ്യം. എന്താണ് ഈ നമ്മൾ വെൽത്തി മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും? അതായത് നമ്മള് ഹാർഡ് ഏൺഡ് ആയിട്ട് സേവ് ചെയ്യുന്ന മണി, സിമ്പിൾ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ സേവ് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ ഏൺ ചെയ്യുന്ന മണി, അത് നമ്മൾ ഉം. FD, എന്താ പറയാ, ഒരു FD അല്ലെങ്കിൽ RD പോലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇടുമ്പോൾ അത് സേവിങ്സ് ആണ് ആക്ച്വലി. അത് അതെ ആ മണി സൂക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് അതിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വിടുന്നില്ല. ഈവൻ ഉം. നമ്മൾ ഉറങ്ങുമ്പോഴും വെൽത്ത് ക്രിയേറ്റ് ആവണം എന്നാണല്ലോ പറയാം. അപ്പൊ ആ ഉം. രീതിയിലേക്ക് അതിന് വിടുന്നില്ല. അപ്പൊ അത് അതാണ്, അങ്ങനെ പോകുന്നതാണ് വെൽത്തി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു റിസ്ക് ടേക്കിംഗ് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഒരു പരിധി വരെ. പിന്നെ സേവ് ചെയ്ത് ഇത് മതി, ഇതാണ് ബാക്കിയുള്ള റിസ്ക് ആണ് എന്നുള്ള ഒരു ഓവറോൾ മൈൻഡ് സെറ്റ് തന്നെയാണ് പ്രോബ്ലം ശരിക്കും പറഞ്ഞത്. ഉം. അതായത് ഇന്ന് മാർക്കറ്റിലുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കിതിനെ കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു അതെ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും പല സ്ഥലത്ത് ലോൺ എടുക്കുകയാണെങ്കിലും ഫുൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടല്ല നമുക്ക് ആ പ്രൊഡക്റ്റ് അവർ സെല് ചെയ്യുന്നത്. അതെ അതെ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ടൈമിൽ നമുക്കത് വിഡ്രോ ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ നമുക്കത് മെച്ചുവർ ആയിട്ട് എടുക്കുന്ന സമയത്തൊക്കെ അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കിൽ ഇത്ര പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, ഇത്ര മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. അപ്പോൾ ഒരു അതെ പക്ഷേ അപ്പൊ അവിടെ പലപ്പോഴും ഈ സെല് ചെയ്യുന്ന ആൾക്കാർ പൂർണ്ണമായ ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല എന്ന് പല ആൾക്കാർക്കും അറിയാവുന്നതുകൊണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ മടിക്കുന്നു എന്നുള്ള അതെ സത്യമല്ലേ? അതെ. അതായത് ഒരു ഇപ്പം പലർക്കും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, അതൊരു നമുക്കൊരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം
നമ്മൾ വളരെയധികം കൺവിൻസ് ചെയ്ത് വളരെയധികം ക്ലിയർ ആയി പറഞ്ഞു കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഈവൻ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്ത് അതിന്റെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ അല്ലെങ്കിൽ മീഡിയം ടൈമിൽ എന്ത് സംഭവിക്കും, ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഇത്രയും ക്രിയേറ്റ് ആവും വെൽത്ത്, അത്രയും ക്രിയേറ്റ് ആകുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു 30-40 വർഷത്തെയൊക്കെ പ്ലാനിങ് ആണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴും ഇവർക്ക് ഇത് ഡൗട്ടാണ്, ഇത് അടയ്ക്കാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം അതിന്റെ കോൺഫിഡൻസ് ഫുള്ള് കൊടുക്കുന്നുണ്ട്. ഈ ഡൗട്ടുള്ള ആൾക്കാർ വേറെ ഇപ്പൊ പലരിലും കണ്ടുവരണമെന്ന് വെച്ചാൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇത് ഏറ്റവും നല്ല പ്ലാനാണെന്നും പറഞ്ഞ് ഒരു വ്യക്തി, ഒരു ഏജന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആള് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ചെന്ന് അത് എടുക്കുകയും ചെയ്യുന്നു. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കസ്റ്റമർ അദ്ദേഹത്തിന്റെ വൈഫ് എന്നെ വിളിക്കാണ്. വൈഫും ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പോ അവര് എനിക്ക് അയച്ച മെസ്സേജ് ആണ്, എനിക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡോക്യുമെന്റ് എനിക്ക് അയച്ചു തരാം. ഈ ഡോക്യുമെന്റ് എന്താണെന്ന് നോക്കി പറഞ്ഞു തരാൻ പറ്റും രമേശ്. അത് കഴിഞ്ഞ അടുത്ത മെസ്സേജ് ആണ് അതിന്റെ അത്ഭുതം. ഇത് എനിക്ക് ഒരു സ്ഥാപനം ഞാൻ പറയുന്നില്ല, ആ സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഫോഴ്സ്ഫുള്ളി എടുപ്പിച്ചാണ്. ആ മെസ്സേജ് എന്റെ വാട്സാപ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് ഫോഴ്സ്ഫുള്ളി എടുപ്പിച്ചാണ്. അപ്പൊ എന്തിനാണ് ഫോഴ്സ്ഫുള്ളി പോയി എടുക്കുന്നത്? ഫോഴ്സ്ഫുള്ളി എടുപ്പിക്കുമ്പോൾ എടുക്കാൻ പോയതാണല്ലോ ആക്ച്വലി. അപ്പൊ രണ്ട് കാര്യമാണ് അവിടെ. ഫോഴ്സ്ഫുള്ളി പറഞ്ഞാൽ അവർ എടുക്കുന്നുണ്ട്, വിശദമായി പറഞ്ഞു കൊടുത്താൽ എടുക്കുന്നില്ല. രണ്ട്, ഇടിപ്പിക്കുന്ന ആൾക്കാർ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നില്ല, അത് പറഞ്ഞു കൊടുക്കാൻ സമീപിക്കുന്നത് നമ്മളെയാണ്. അപ്പോ അവിടെ ആക്ച്വലി ആ ഒരു എവിടുന്നാണ് ശരിയായ ഉപദേശം കിട്ടുന്നത്, എവിടുന്നാണ് ശരിയായ അറിവ് കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാതെയാണ് പലരും പോയി ചാടി അതിൽ വീഴുന്നത്. ഇതേ പോയിന്റ് ആണ് പല ആൾക്കാരുടെ, ഇപ്പോ ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും ഇപ്പോ ഇതേ പേടി മനസ്സിൽ വരികയാണ്. ഇനി ഒരാളുടെ അടുത്ത് പോകുമ്പോൾ ഇതേ പ്രശ്നങ്ങൾ തങ്ങൾക്കും ഉണ്ടാകില്ലേ എന്നൊരു പേടി എല്ലാവരുടെ ഉള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കുറച്ച് മാറ്റിവെക്കാൻ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേടി കൊണ്ടാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തത്. ഒരുപാട് തട്ടിപ്പും നടക്കണ്ടല്ലോ. അപ്പൊ അതില് ആരാണ് ശരി, ഏത് കമ്പനിയാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താണ് ഉത്തരം പറയാൻ പറ്റുക? അതിന് ഇതിന്റെ റിയൽ ആയിട്ടുള്ള ഇതിന്റെ വരുംവരായകളും ഇതിന്റെ കാര്യം കൃത്യമായിട്ടുള്ള ഫാക്ടർ, അതായത് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്ത് പ്ലാൻ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തിക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. കാരണം അത്രയും ബോധ്യമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവര് വെൽ സ്റ്റഡീഡ് ആയിരിക്കും, എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതാണ്. അപ്പൊ അത് പിന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫുൾ ഈവൻ നാളെ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അവരുടെ ആ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. കാരണം നമ്മൾ കൊടുക്കുന്നത് 20 കൊല്ലം 30 കൊല്ലത്തേക്കാണ്, നാളെ നമ്മൾ ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. പക്ഷെ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത് ആളുകൾ മനസ്സിലാക്കി ആ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കി വരാൻ സമയമെടുക്കും, സ്വാഭാവികമായിട്ടും സമയം എടുക്കുന്നുണ്ട്. രമേശ്, ഇത് നമുക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന അതിന്റെ ആവശ്യത്തെ കുറിച്ചാണ്, ആ ടോപ്പിക്കിനെ കുറിച്ചല്ല. അപ്പൊ ആ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും നീഡും അവര് ഫൈൻഡ് ചെയ്യുന്ന കംഫോർട്ട് എല്ലാം നോക്കിയിട്ടാണ് ഡിഫറെന്റ് പ്രൊഡക്ട്സ് വരുന്നത്. ചില ആൾക്കാര് ലെസ് ടൈം മോർ റിട്ടേൺസ് നോക്കുമ്പോൾ ചിലപ്പോൾ റിസ്ക് കൂടുതലായിരിക്കും, അതിനുള്ള സൊല്യൂഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതെ, ഉദാഹരണത്തിന് 1 കോടി രൂപ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര നാളുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഇതനുസരിച്ചിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യണ ഡ്യൂറേഷൻ, ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് പറയാം. ഞാനൊന്ന് റഫായിട്ട് ചോദിക്കാം, 1 കോടി ക്രിയേറ്റ് ചെയ്യാൻ എത്ര കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കും? അതിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? എത്ര കുറഞ്ഞ സമയം മതിയാവും? അല്ല, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഒരു പ്രധാന ഘടകമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡ്. 1 കോടി റിട്ടേൺ കിട്ടാനായിട്ട് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ഫിഗർ. അതായത് ഇപ്പൊ ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ പ്രിപ്പയർ അല്ലാണ്ടിരിക്കുന്ന കാരണമാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഓരോന്ന് പറയാം. നമുക്ക് കൺസെപ്റ്റ് കിട്ടിയാൽ മതി. 38 വയസ്സ്. ഓക്കെ, 38 വയസ്സ്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാള് ഏറെക്കുറെ അപ്രോക്സിമേറ്റ് ഒരു 1% ഇയർലി ലൂസ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആഫ്റ്റർ ഡിഡക്ടിങ് ടാക്സ്. കാരണം ഒരു 6% ഇൻഫ്ലേഷൻ എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു ഇപ്പോ 6% അല്ലെങ്കിൽ 6% എഫ് ഡി കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ അടുത്തൊരു 5 ഇയറോ 10 ഇയറിലോ ഒരു ടെനർ വെച്ച് നോക്കുകയാണെങ്കിൽ ആവറേജ് ഈ 6% ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും ആവറേജ് എഫ് ഡി റേറ്റ് വരിക ഫ്യൂച്ചറിൽ. അപ്പോ ഇപ്പോഴുള്ള ഈ 6% ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ആഫ്റ്റർ ഡിഡക്ഷൻ നമ്മുടെ മണി ലൂസിംഗ് ആണ് ഇയർലി വരുന്നത്. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഈ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രസക്തി. പിന്നെ ഒരു എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഞാൻ പറയാം. അപ്പൊ അതിനു മുമ്പ് ഈ ചോദിച്ചതിന് പറയാം. 38 ഏജ് ആണെങ്കിൽ ഒരു 30 വർഷത്തെ കാൽക്കുലേഷൻ ആണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത്. ഞാൻ ഇപ്പൊ ഓൾറെഡി 30 എന്നുള്ളത് ഞാനിപ്പോ ഒരു കാൽക്കുലേഷൻ പെട്ടെന്ന് എടുത്തത് 30 വർഷത്തെയാണ്. ഒരു കോടി പെട്ടെന്ന് വേണം, 30 വർഷം കാത്തിരിക്കാൻ പറ്റും. കുറഞ്ഞ സമയം 1 കോടി രൂപ. കുറഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു 20 വർഷം കണക്കാക്കാമോ? 2 വർഷം. എത്ര? 2 years. ഓ, അവിടെയാണ് പ്രശ്നം. എത്ര റിസ്ക് എടുക്കാൻ തയ്യാറാണ്? അല്ല, അവിടെയാണ് പ്രശ്നം. കാരണം എന്താന്ന് വെച്ചാല് അത് ഞാൻ അഡ്വൈസബിൾ അല്ലാന്ന് ഒറ്റ വാചകത്തിൽ പറയും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്. കാരണം ലോങ് ടേമിൽ വരുന്ന ബെനിഫിറ്റ് ആണ് കോമ്പൗണ്ടിങ് എഫക്ട്. അത് അതിന്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടാണ് സിമ്പിൾ ആയിട്ട്. ഇപ്പോ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 ഇൻവെസ്റ്റ് ചെയ്യാം. എനിക്ക് 10 കൊല്ലം കൊണ്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് ഞാനൊരു 15% ഞാൻ ഒരു റഫ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ്. 15% ആവറേജ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് 24 ലക്ഷമാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യണേ. 20,000 രൂപ വെച്ച് 10 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന കോർപ്പസ് എമൗണ്ട് 55 lakhs കിട്ടും. അപ്പോ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ 20,000 പകരം 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ 10 ഇയർ എന്നുള്ളത് 20 ഇയർ ആക്കാൻ പറയും. ഡ്യൂറേഷൻ കൂട്ടുക. അപ്പോ സ്വാഭാവികമായിട്ടും സെയിം ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും സാധാരണ നമ്മുടെ പീരീഡ് കൂടുന്തോറും ഈൽഡ് കൂടും. കാരണം ഒരു 12% റിട്ടേൺ കിട്ടും എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 5 ഇയറിൽ നമുക്ക് ഒരു 10 ഇയറിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു 14-15 വരും. അതാണ് കോമ്പൗണ്ടിങ് എഫക്ട് അല്ലെങ്കിൽ കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. റിസ്ക് കുറയുകയും ചെയ്യും. ഈവൻ നമ്മൾ സെയിം ഈൽഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും നമ്മൾ അടയ്ക്കുന്ന തുക 24 ലക്ഷം തന്നെയാണ്. 20,000 എന്നുള്ള 10,000 ആവുന്നു, പക്ഷെ 10 വർഷം എന്നുള്ള 20 വർഷം ആവുന്നു. അടയ്ക്കുന്ന തുക സെയിം തന്നെയാണ്, 24 ലക്ഷം തന്നെ. പക്ഷെ 55 ലക്ഷം ക്രിയേറ്റ് ആയതിന് പകരം വർഷം കൂടിയപ്പോ അത് നേരെ 1.5 CR കയറിയത്. ഒരിരട്ടിയല്ല, 3 ഇരട്ടി. മനസ്സിലായി. അതാണ് ഈ ലോങ് ടേമിന്റെ അല്ലെങ്കിൽ പീരീഡ് കൂടുന്തോറും വരുന്ന ഇപ്പൊ കോമ്പൗണ്ടിങ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അറിയില്ലെങ്കിൽ അവർക്ക് കഥ പറയാം. അതായത് ഇപ്പൊ നമ്മള് ഒരു ചതുരംഗ കളത്തിൽ 64 കള്ളിയുണ്ട് അല്ലെ. അതിനകത്ത് ഇപ്പോ ഒരു കഥയാണ്. ഒരു രാജാവ് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അരിമണി. അപ്പോ വേറെ ഒന്നും വേണ്ട, രാജ്യം വേണ്ട, ഒന്നും വേണ്ട. ഈ ഓരോ കളത്തിലും ഓരോ കളത്തിൽ അരിമണി വെച്ച് തന്നാൽ മതി. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഓരോ കളം ഡബിൾ ചെയ്ത് വെച്ച് തരണം. 1-ൽ 1 ആണെങ്കിൽ 2-ൽ 2, പിന്നെ 4, 8, 16, 32, 64, 128, 200 അങ്ങനെ പോകും. അത് 64 ആവുമ്പോഴേക്കും ഹ്യൂജ് എമൗണ്ട് ആണ്, നമുക്ക് അളക്കാൻ പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റ് ആണ് കോമ്പൗണ്ടിങ്. ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എഫക്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കോമ്പൗണ്ടിങ് എഫക്ട് ആണ്. റിസ്ക് കുറയും, കോമ്പൗണ്ടിങ് എഫക്ട്. അപ്പോ ഒരു 2 ഇയർ എന്നുള്ളത് അഡ്വൈസബിൾ അല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പേഴ്സണലി പറയാറ് അങ്ങനെയാണ്. ചെയ്യാൻ പറ്റും. മനസ്സിലായി. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സാധനം, കുറച്ച് പൈസ ഇട്ടാലും കുറെ പൈസ എങ്ങനെ റിട്ടേൺ പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ ഒരു ബിസിനസ് ചെയ്താലും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിഭീകരമായ കാൽക്കുലേഷൻ ആണ് എക്സലിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ഭയങ്കര വലിയ പ്രൊജക്ഷൻസ് ആണ്.
പ്രാക്ടിക്കലി നടക്കുന്നതൊക്കെ വളരെ അപൂർവമാണ്. ഇവിടെയാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ആവശ്യം. അതായത് എസ്പെഷ്യലി ഇത് ആവശ്യം വരുന്നത് ഒരു 50-60 ഏജുള്ള ഒരാൾക്കല്ല ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യം ഇപ്പൊ ശരിക്കും വേണ്ടത്. ഒരു സ്കൂൾ കാലഘട്ടത്തിലേ വേണം, അറ്റ്ലീസ്റ്റ് ഒരു ഏണിംഗ് മെമ്പർ ആവുന്ന സമയം മുതലേ വേണം. അതായത് ഒരു 22 അല്ലെങ്കിൽ 25 ഏജിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിസ്സാര എമൗണ്ട് മതി. ഇപ്പോ എന്റെ അടുത്ത് വെച്ചില്ലേ 2 കോടി ക്രിയേറ്റ് ചെയ്യാൻ എത്ര ലക്ഷം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കാം. റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നതാണല്ലോ, കുറച്ച് മണി കൂടുതൽ അടക്കേണ്ടി വരും, 2 വർഷം പീരീഡ് ഉള്ളൂ. അതേസമയം ഒരു 25 വയസ്സായ ആള് ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 30 വർഷം സമയം അദ്ദേഹത്തിനുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ആ 30 വർഷത്തേക്ക് അദ്ദേഹം ഒരു 2000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് സുഖമായിട്ട് ഒരു 2 ക്രോഴ്സിന് മുകളിൽ 2.25 ക്രോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും 55-ാമത്തെ വയസ്സിൽ. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2000 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 25 വയസ്സ് ഇപ്പോ ആണെങ്കിൽ 55-ാമത്തെ വയസ്സിലും ഈ 2000 തന്നെ അടയ്ക്കുന്നു. മണി വാല്യൂ കുറഞ്ഞ വരുന്നത്. ആ സമയത്ത് 2000-ന് ചിലപ്പോൾ 100 രൂപയുടെ 200 രൂപയുടെ അല്ലെങ്കിൽ 300 രൂപയുടെ 500 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോഴും ഈ 2000 അടച്ചാൽ മതി. ആള് ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 7,20,000 രൂപ. അതിൽ നിന്നാണ് ഈ 2 കോടി മുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പോസിബിൾ ആണെന്നാണ്. ആ പോസിബിലിറ്റിനെ ആരും നോക്കും. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് വളരെ ഡൈനാമിക് ആയിട്ട് മാർക്കറ്റ് പോകുമ്പോൾ പല ബിഗ് കോർപ്പറേഷൻസും ഇപ്പൊ പല ബാങ്കുകളും, അറിയാലോ അമേരിക്കയില് വളരെ വലിയ ബാങ്കുകളൊക്കെയാണ് ഈ പെട്ടെന്ന് ഒരു ദിവസം, ഇപ്പോ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ സംഭവിച്ചു, പേടിഎം ബാങ്ക് പെട്ടെന്ന് ബാൻ വരികയാണ്. അപ്പൊ ഇതുപോലെ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് മാറുന്നതിനനുസരിച്ച്, മാർക്കറ്റ് ഡൈനാമിക് ആയിട്ട് മാറുന്നതിനനുസരിച്ചിട്ട് പലപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ടും ഈക്വലി റിസ്കിലല്ലേ? അല്ല, അത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ബാങ്കുകളുടെ എല്ലാത്തിനും ഒരു റെഗുലേറ്ററി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ RBI പോലെ തന്നെയാണ് IRDA ഉണ്ട്, അതുപോലെ സെബി ഉണ്ട്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി വളരെയധികം സേഫ് ആയിട്ട് തന്നെയാണ്, വളരെ സ്ട്രിക്ട് റെഗുലേഷനിൽ തന്നെയാണ് ഇത് പോകുന്നത്. പിന്നെ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഓരോ കമ്പനികളുടെ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ റിസ്ക് ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ പേടിഎമ്മിന്റെ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ അഫക്ട് ചെയ്യാം, ഷോർട്ട് ടൈമിലെങ്കിലും അഫക്ട് ചെയ്യാം, ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ. അപ്പോൾ ഇപ്പൊ യെസ് ബാങ്കിൽ സംഭവിച്ച മാതിരിയൊക്കെ. അപ്പോ പക്ഷെ ഇപ്പൊ ഒരു 2009 ആണെന്ന് തോന്നുന്നു സത്യം കമ്പ്യൂട്ടറിൽ സംഭവിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത് ഒരു സിംഗിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം ഈ ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടില്ല എന്നുള്ളതാണ്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ഫണ്ടില് നമ്മളൊരു 1000 രൂപ മിനിമം ഇൻവെസ്റ്റ് ചെയ്താൽ ആ 1000 രൂപ ഒരു 60-70 കമ്പനികളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പല സെക്ടറുകളിൽ പല കമ്പനികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ അവിടെ ഫണ്ട് മാനേജേഴ്സും ടീമും ഉണ്ട്, എക്സ്പെർട്സ് ആയിട്ടുള്ള ടീം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സ്വിച്ച് ചെയ്യാനും ടൈം ടു ടൈം സ്വിച്ച് ചെയ്യാനും ഡെപ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാനും ഇക്വിറ്റിയിലേക്ക് വീണ്ടും സ്വിച്ച് ചെയ്യാനും ഒക്കെ അവർ കറക്റ്റ് ആയിട്ട് അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഏറ്റവും മോശം മ്യൂച്വൽ ഫണ്ടുകൾ എടുത്ത് നോക്കിയാൽ പോലും 12% മുകളിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ലോങ് ടൈമിൽ. അപ്പോൾ ആ ഒരു പേഷ്യൻസ് നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈവൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഒരു അറിയാം. ഇപ്പോൾ ഒരു തമാശക്ക് പറയുകയാണെങ്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അവർ വാച്ച് ചെയ്യുന്നു, എന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ഷെയർ റെക്കമെൻഡ് ചെയ്ത് വാങ്ങിച്ചോളാൻ പറയുന്നു. ചിലപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ ചിലപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഒരു 300 ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഉണ്ടായ കഥ കേട്ടോ, എനിക്ക് അനുഭവമുള്ള കാര്യം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചത് 300 രൂപയേ ഉള്ളൂ അല്ലേ 100. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എത്ര ദിവസമായി ഈ 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട്? 6 ദിവസമായി. ഓക്കെ, അപ്പോ സാറിന് കിട്ടിയ തുക 300 രൂപ എന്ന് പറയുമ്പോൾ 10,000-ന്റെ 3%. അപ്പൊ ഈ 6 ദിവസം കൊണ്ടാണ് 3% കിട്ടിയത്. അപ്പോ സാറിന് ഒരു വർഷത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 180% ഉണ്ട്. അത് സാറിന് വേറെ എവിടെ കിട്ടും? അതായത് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് 300 രൂപ കിട്ടി. അപ്പോ ഇത് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ചോദിക്കും 300 രൂപയല്ലേ ഉള്ളൂ. ശരിയാണ്, 300 രൂപ ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം 6 ദിവസമേ ആ 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 6 ദിവസം കൊണ്ട് 300 രൂപ എന്ന് പറഞ്ഞാൽ 3% കിട്ടി. 6 ദിവസം കൊണ്ടാണ് 3% കിട്ടി. അപ്പൊ അതിനെ ആനുവലൈസ്ഡ് ആയിട്ട് കാണണ്ടേ?
അതെ അതെ അതെ. അപ്പൊ പെർ ആനം എത്ര എമൗണ്ട് കിട്ടിയെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും ആക്ച്വലി അത് നല്ലൊരു റിട്ടേൺ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ അർത്ഥം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 28,000 റിട്ടേൺ വരും. അങ്ങനെ വരുമെന്നല്ല, ആ ഒരു വാല്യൂ ഈ 300 രൂപയ്ക്ക് ഉണ്ട്. കാരണം 6 ഉണ്ട്. ദിവസം അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ല, ഈ ഈ ഈ ഈ 300 രൂപ എന്ന് പറഞ്ഞാൽ 6 ദിവസം കൊണ്ടല്ലേ? അതെ, അപ്പൊ അദ്ദേഹം അത് ഒരു വർഷം ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അത്രയും കിട്ടുമായിരുന്നു. കിട്ടുമായിരുന്നു എന്നുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റിൽ, ആ സ്റ്റോക്ക് ആ ഡയറക്റ്റ് സ്റ്റോക്കിലുണ്ട്. പക്ഷെ അതിന് ആ വാല്യൂല് കാണണം. ആ ഉണ്ട്, ഉണ്ട്, 300 ഉണ്ട്. രൂപയ്ക്ക് അതെ, വാല്യൂ ഉണ്ട്, yes. വെറും 300 രൂപയുടെ 300 വാല്യൂ അല്ല അത്. അല്ല, യെസ് 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 യെസ്. അപ്പൊ അതാണ് ആ കോൺസെപ്റ്റ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി ആ രീതിയിൽ അതിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു റിട്ടേണിലേക്ക് ഇത് വരാൻ പറ്റും. ഇതിനകത്ത് ഡയറക്റ്റ് മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസ് ആണ്, ഓപ്ഷൻസ് ആണ്. നമ്മൾ കൊടുക്കുന്നത് ഒരു 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 തിയറിയോ ഒരു ഫോർമുലയോ അല്ല. അതായത് ഇങ്ങനെ ഇട്ടാൽ ഇത്ര പ്രാക്ടിക്കൽ. കിട്ടും ഒന്ന്. ആ, പലപ്പോഴും ഇത് കേൾക്കുന്ന കസ്റ്റമേഴ്സ് എടുക്കുന്നത്, രമേശ് പറഞ്ഞു ഇത്ര രൂപ ഇത്ര നാളിട്ടാൽ ഇത്ര കിട്ടും. അതൊരു പ്രോബബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്, ബേസ്ഡ് ഓൺ ഹൗ ദീസ് ഫിനാൻഷ്യൽ തിങ്സ് വർക്ക്. പക്ഷെ ഹിസ്റ്റോറിക്കൽ ട്രാക്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആ ഫാക്ട് വെച്ചിട്ടാണ് ഇതൊരു പ്രഡിക്റ്റഡ് ഇൻകം ആണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അതെ അതെ. പക്ഷെ സാധാരണ ഒരു കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് ഈ മാറ്റി വെക്കുന്ന പൈസ രമേശിനെ വിശ്വസിച്ചിട്ടാണ് മാറ്റി വെക്കുന്നത്. ആ ഒരു റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമുക്കുണ്ട്. ആസ് ഒരു ഫിനാൻഷ്യൽ വെൽത്ത് അഡ്വൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മറ്റുള്ളവരുടെ പണം വെച്ചിട്ടാണ് നമ്മളുടെ നിലനിൽപ്പ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ ആൾക്കാരുടെയും പ്രാർത്ഥനയിൽ നമ്മളുണ്ട് എപ്പോഴും. അതേപോലെ നമുക്ക് ആ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. എന്നാൽ അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇത് പല ആൾക്കാരും എടുക്കാൻ മടിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ റിസ്ക് ഇൻവോൾവ് ആയതുകൊണ്ട് അതൊക്കെ രമേശ് പറയണ പോലെ രമേശ് പറയുന്നതാണ് എല്ലാം എന്നുള്ള രീതിയിൽ. അതെ, അല്ല അതിന് ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്. കാരണം വെച്ചാൽ രമേശ് പറഞ്ഞത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ ആ രീതിയിൽ ഒരിക്കലും ഞാൻ ഒരു കസ്റ്റമറോട് സംസാരിക്കാറില്ല. കാരണം ഒരാളുടെ അടുത്തും പാടില്ല. ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ആരുടെ അടുത്ത് സംസാരിച്ചാലും, ഒരു കമ്പനിയിലായാലും വ്യക്തിയായാലും, ആ വ്യക്തിയെ വിശ്വസിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കി നമുക്ക് ബോധ്യം വരാതെ ഒരു സ്ഥലത്തും ഒരു ഇൻസ്ട്രുമെന്റിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. പക്ഷെ എനിക്ക് തോന്നുന്നു രമേശ്, അങ്ങനൊരു ഇത് വെക്കുമ്പോ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരുപാട് സെയിൽസ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. തീർച്ചയായിട്ടും സ്ട്രഗ്ലിംഗ് ഉണ്ട്. കാരണം ഞാനിപ്പോ ഒരു 1000 രൂപയുടെ SIP ചെയ്യണമെങ്കിൽ ഞാൻ അരമണിക്കൂർ സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ ഒരു 1000 രൂപയുടെ SIP സെൽ ചെയ്യാൻ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ എനിക്ക് 2 മിനിറ്റ്സ് മതി. പക്ഷെ ഞാൻ അരമണിക്കൂർ എടുക്കുന്നത് ഈ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് മാത്രമല്ല, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു സെയിൽസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഓഫ്ലോഡ് ചെയ്ത് കൊടുത്തു. അതായത് എഡ്യൂക്കേറ്റഡ് ഇൻഫർമേഷൻ, അതായത് എഡ്യൂക്കേറ്റഡ് ഡെസിഷൻ അവരാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ പല ആൾക്കാർക്കും ലൈഫിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഭയങ്കര മടിയാണ്, അത് സ്വന്തം കാര്യത്തിലാണെങ്കിൽ പോലും. അപ്പോ അവര് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകും. ഇല്ലേ, ഇങ്ങനെ സംഭവിക്കാറില്ലേ കുറെ? അങ്ങനെ കുറച്ച് ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് അധികം വൈകാതെ അത് മാറി വരും. കാരണം വെച്ചാൽ ഓൾറെഡി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെ മാറും? എന്താണ് അത് മാറാനുള്ള കാരണം? മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ FD, അതായത് FD പോലുള്ള ഗ്യാരണ്ടീഡുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനേക്കാളും കുറച്ചുകൂടി ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. പല സോഴ്സ് മതി. ഇപ്പൊ ഞാൻ എന്ന വ്യക്തി മാത്രമല്ലല്ലോ, ഇവിടെ ഒരുപാട് അവയർനെസ് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ തന്നെ സപ്പോർട്ട് ഒരുപാട്, മ്യൂച്വൽ ഫണ്ട് സഹി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഒഫീഷ്യലി അപ്പോ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പൊ മുമ്പ് ഒരു 5 കൊല്ലം മുമ്പ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞാൽ എന്താ സാധനം എന്ന് ചോദിക്കും. പക്ഷെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. ഇനി അത് അതിന്റെ ഡെപ്തിലേക്ക്, അത് എന്താണ് അതിന്റെ പ്രാക്ടിക്കലി എന്താ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെ അറിയുള്ളൂ. ഇപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോ സ്ലോലി മാറ്റം വരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് നമ്മളൊന്ന് എഡ്യൂക്കേറ്റ്, ഒബ്വിയസ്ലി നമുക്ക് സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് വളരെ ഒരു ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായി. ഈ ഹെൽത്ത് ഇൻഷുറൻസും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും തമ്മിൽ എന്താ കണക്ഷൻ? ഹെൽത്ത് ഇൻഷുറൻസ് ആക്ച്വലി ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് ഒരു ഹോസ്പിറ്റൽ കേസ് മാത്രമായിട്ടൊരു 3 ലക്ഷത്തോളം രൂപ എനിക്ക് ചെലവ് വന്നിട്ടുണ്ട് ഫാമിലിയിൽ. എൻ്റെ മകന്റെ പനിയും
വൈഫിന്റെ കാലൊടിയിലും അമ്മയുടെ കൈയൊടിയിലും എല്ലാം കൂടെ ചേർന്നിട്ട് 2023 ഓൾമോസ്റ്റ് ഒരു 3 lakhs പ്ലസ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഭാഗ്യവശാൽ ഈ ഫുൾ എമൗണ്ടും, അതായത് ഇൻപേഷ്യന്റ് എമൗണ്ട് എല്ലാം ബില്ലിങ് പോയത് ഇൻഷുറൻസ് വഴിയാണ്. ഔട്ട് പേഷ്യന്റ് എക്സ്പെൻസ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ. ഒരു പനി കൊണ്ട് ഒരു ആശുപത്രിയിൽ പോയി ഇറങ്ങിയപ്പോൾ എനിക്ക് വന്ന ബില്ല് 95,000 രൂപയാണ്. അപ്പോ ഇതെല്ലാം ഇൻഷുറൻസ് ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ വളരെ ഭാഗ്യം തോന്നുന്ന ഒരു, പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവരോട് ഇൻഷുറൻസ് എടുക്കാൻ പറയുമ്പോൾ അവർക്ക് മടിയാ പലപ്പോഴും. ഈ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് അവർക്ക് ആ ഒരു റിഗ്രറ്റ് വരുന്നത്. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. അത് പ്രധാനമായിട്ട് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് വിശ്വാസമായിട്ട് മാറി. എനിക്കൊന്നും വരില്ല എന്നുള്ളൊരു അതൊരു ആഗ്രഹമാണ് ആക്ച്വലി, പക്ഷെ അതൊരു വിശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്കൊന്നും വരില്ല, വേറെ ആൾക്കാർക്ക് വരുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ അതിനകത്തുള്ള വേറൊരു പ്രശ്നം, ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കുറി ചേരുക, അല്ലെങ്കിൽ FD ഇടുക, അല്ലെങ്കിൽ ഈവൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ പല ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. അതോടുകൂടി നമ്മൾ സേഫ് ആയി എന്നാണ് വിചാരിക്കുന്നത് ആക്ച്വലി. പക്ഷേ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിനകത്ത്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ ഈ പൈസ എടുക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഒരു 15 കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ, അല്ല നമുക്ക് 2-3 കൊല്ലം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യം തന്നെ പ്രസക്തിയില്ല. കാരണം ഈ ചോദ്യത്തിനുള്ള ഫസ്റ്റ് ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, പ്രോപ്പർ കവറേജോടുകൂടി. അപ്പൊ പ്രോപ്പർ കവറേജോടുകൂടി എങ്ങനെ എടുക്കാം എന്നുള്ളത് അതൊരു ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് നമുക്ക് പ്രീമിയം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഉണ്ട് ഇൻഷുറൻസിൽ. അതെങ്ങനെ ചെയ്യാം? ടോപ്പ് അപ്പ് പ്ലാൻസ് ഉണ്ട്. അത് പല ഏജൻസും ഈ ടോപ്പ് അപ്പ് പ്ലാൻസ് പറഞ്ഞു കൊടുക്കില്ല. കാരണം ടോപ്പ് അപ്പ് പ്ലാൻസിൽ പ്രീമിയം വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇൻകം ഇല്ല. സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. നോർമൽ ബേസ് പ്ലാൻ കൊടുത്താലും ടോപ്പ് അപ്പ് പ്ലാൻ കൊടുത്താലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ഏജന്റിന് ചെയ്യേണ്ടത്. ബാക്ക് എൻഡിൽ സെയിം സർവീസ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടോപ്പ് അപ്പ് പ്ലാൻ സ്വാഭാവികമായിട്ടും പറയില്ല, ബേസ് പ്ലാനേ പറയുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് സർവീസ്, പേഴ്സണലൈസ്ഡ് പ്ലാനിങ്ങിൽ നമ്മളിത് കൊടുക്കുമ്പോൾ അവർക്ക് ഗുണം ചെയ്യുന്നത്. കാരണം ടോപ്പ് അപ്പ് ഒരു കോടി രൂപ കവർ ചെയ്യണമെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് 1 കോടി രൂപ കവറേജ് കിട്ടാൻ 6,000 രൂപ അറൗണ്ട് ടോപ്പ് അപ്പ് പ്ലാനിൽ. ഒരു ബേസ് പ്ലാൻ ആണെങ്കിൽ ആൾക്ക് ഈ പറഞ്ഞ ഒരു 5,000-6,000 ബേസ് പ്ലാനിൽ മതി. ടോട്ടൽ 12,000 ഉണ്ടെങ്കിൽ 1 crore മുകളിൽ കവറേജ് ഉണ്ടാവും. ഇത് പലർക്കും അറിയില്ല. അപ്പോ ഒരു 5 lakh അല്ലെങ്കിൽ 3 lakh ഒക്കെ ആയിരിക്കും എല്ലാവരും കവറേജ് എടുത്ത് വെച്ചിട്ടുണ്ടാവുക ഓവറോൾ. അപ്പോ ആ പോയിന്റിലും കൂടെ ഞാൻ പറയാണ്, അതും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. ഈ 3 lakh എനിക്ക് കഴിഞ്ഞ വർഷം എക്സ്പെൻസ് വന്നത് ഞങ്ങളുടെ 3 lakh ഉള്ളൂ അതിന്റെ ലിമിറ്റ്. അതിന് മുകളിൽ വന്നിരുന്നെങ്കിൽ ആ ഫുൾ എമൗണ്ട് കയ്യിൽ നിന്ന് പോയാൽ. അതെ. അപ്പോ അവിടെ ടോപ്പ് അപ്പ് എടുത്താൽ മതി. 3 lakh ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട്, ബേസ് ലിമിറ്റ് സെറ്റ് ചെയ്ത്, ഡിഫൈൻ ലിമിറ്റ് എന്ന് പറയാം, അത് സെറ്റ് ചെയ്തിട്ട് ഒരു 1 crore എടുക്കാൻ ഒരു 6,000-7,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ. അപ്പോ ഈ 1 crore 3 lakh ടോട്ടൽ കവർ ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്. അതാണ് അപ്പൊ ടോപ്പ് അപ്പിന്റെ പ്രത്യേകത. അപ്പോ ടോട്ടൽ ഇത്ര എമൗണ്ട് വരുന്നുള്ളൂ. ഒരു നോർമലി ഒരു ബേസ് പ്ലാന്റെ ഒരു 10 ലക്ഷം രൂപയുടെ ബേസ് പ്ലാന്റെ പ്രീമിയം വരുന്നുള്ളൂ ഈ 1 crore കിട്ടാനായിട്ട്. അത് ഈ പറഞ്ഞ മാതിരി ഞാൻ അതിനുവേണ്ടി മനഃപൂർവ്വം ഒരുപാട് പേരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഇൻഷുറൻസ് ഉള്ള ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്ത് നോക്കി, ഒരാൾക്കും ടോപ്പ് പ്ലാൻ അറിയില്ല. കാരണം അത് പറഞ്ഞു കൊടുത്തിട്ടില്ല ഏജൻസ്. പിന്നെ കണ്ടുവരുന്ന ഒരു ഡ്രോബാക്ക്, ഇൻഡിവിജ്വൽ ഏജൻസ് ആവുമ്പോൾ അവര് ഇൻഡിവിജ്വൽ ഏജൻസിനെ ഇതായിട്ട് പറയുന്നതല്ല, പക്ഷെ പൊതുവെ കണ്ടുവരുന്ന ഒരു ഞാൻ സർവേ പോലെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രീമിയം കൊടുക്കുക 1 വർഷത്തേക്ക്, അല്ലെങ്കിൽ അത് 3 വർഷത്തേക്ക് ഒരുമിച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക. പിന്നെ ആ കസ്റ്റമറെ വിട്ടു, അടുത്ത ആളെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കോൾസ് വരും. കാരണം എന്റെ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് കോൾസ്, എന്റെ കസ്റ്റമർ അല്ല, പല സ്ഥലത്തുനിന്നും വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് ക്ലെയിം വരുമ്പോൾ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ഏജന്റിനെ വിളിക്കും. കാരണം എനിക്ക് ഗുണമില്ല, എനിക്ക് ഒരു ഗുണമില്ല അവർക്ക് സർവീസ് കൊടുത്തിട്ട് അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ടും. അപ്പൊ ഞാൻ പറയും നിങ്ങളെ ഏജന്റിനെ വിളിക്കും. അത് തന്നെയാണ് ചെയ്യേണ്ടതും, പ്രോപ്പർ വേ അത് തന്നെയാണ്. അപ്പൊ പറയുന്നത് ഇതില് 100% ആളുകളും പറഞ്ഞിട്ടുള്ളത് ഏജന്റിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന്. കാരണം അതുകൊണ്ടാണ് എന്റെ നമ്പർ തപ്പി വിളിക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ സർവീസ് കൊടുക്കുന്നത്, പ്രൊഡക്റ്റ് കൊടുക്കുന്നതിൽ അവസാനിക്കുന്നില്ല.
അത് ആ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണമെങ്കിലും അവരിൽ നിന്ന് റെഫറൽ കിട്ടണമെങ്കിലും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് സർവീസ് സർവീസ് കൊടുക്കണം. കൊടുക്കണം. അത് കൊടുക്കാൻ ഇതും പറ്റില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഭയമാണ് ഒരു സർവീസ് എടുക്കുമ്പോൾ. നാളെ അതെ ആളുണ്ടില്ലേ നമുക്കറിയില്ലല്ലോ. അതെ അതെ അതെ. അല്ല, ഞാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കും. ഇപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് നമ്പർ കൊടുത്ത് കിട്ടില്ലെങ്കിൽ ഇപ്പോ ഏത് പ്രോഡക്റ്റ് ആണോ കൊടുത്തത് ആ പ്രോഡക്റ്റിന്റെ ഓഫീസിലെ നമ്പർ, സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരുടെയും ഉണ്ടാവും. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാവും. ഇത്രയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രൊഡക്റ്റ് കൊടുത്ത് പോരുള്ളൂ. ഉം. അപ്പോ എനിക്ക് കംപ്ലൈൻസ് ഇല്ല. എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം, എനിക്ക് ഇത്രയും വർഷമായിട്ട് എനിക്ക് കസ്റ്റമർ കംപ്ലൈൻസ് ഇല്ല. ഉം. അതാണ്. പക്ഷെ നമുക്ക് ഒരു ഇപ്പോ ഒരുപാട് അറിയേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് 1 മണിക്കൂറൊന്നും പോരാ. നമുക്ക് ഒരു വർക്ക്ഷോപ്പ്, ഒരു 3 മണിക്കൂറിന്റെ വർക്ക്ഷോപ്പ് 2 ദിവസമായിട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. ചെയ്യാം. അതിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാം. നമുക്കൊരു കാരണം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ പോലും റിയലൈസ് ചെയ്തത്. അതെ അന്ന് അതായത് ആ 3 ലക്ഷത്തിന്റെ ലിമിറ്റ് റീച്ച് ആവാറായപ്പോ ആ പാനിക് വരാൻ തുടങ്ങി. നമ്മൾ അതെ അതിന്റെ ആരോഗ്യത്തെ കുറിച്ച പാനിക്, ഫണ്ടിനെ കുറിച്ചല്ല. കാരണം പക്ഷെ ഹോസ്പിറ്റലിൽ പോണത്, ഒരു കുട്ടി ജനിക്കുന്നത് ബന്ധപ്പെട്ടല്ലാതെ നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോണത് സന്തോഷത്തോടു കൂടിയല്ല. സന്തോഷത്തോടെയല്ല. അപ്പൊ അവിടെ അതിന്റെ കൂടെ ഈ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിളിങ് കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കാരണം ഇതിലൊരു അതിന് എക്സാമ്പിൾ വേണ്ടി പറയാം. എന്റെ സുഹൃത്ത്, എന്റെ സെയിം ഏജ്, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രദർ ഇൻ ലോ, ഇവര് ബഹ്റിനിൽ സെറ്റിൽഡ് ആണ്. 10-12 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ 30 വയസ്സായിട്ടുള്ളൂ. 30 വയസ്സിൽ ക്യാൻസർ വന്നു ബ്രദർ ഇൻ ലോക്ക്. ഇവര് ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ലാസ്റ്റ് അമൃതയിലായിരുന്നു. ആളെ കിട്ടിയില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ, എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപയാണ് ടോട്ടൽ പോയത്. 2 കൊല്ലോ 2.5 കൊല്ലോ അതിനുള്ളിൽ 55 ലക്ഷം രൂപ. അതിനുശേഷം ആള് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആള് പറയാൻ തുടങ്ങി. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് മനസ്സിലായത്. ആ ഈ 12 കൊല്ലത്തും ഇൻവെസ്റ്റ് ചെയ്ത് ആള് നെഗറ്റീവായി, അതായത് മൈനസ് ആയി ആളുടെ ഇൻവെസ്റ്റ്മെന്റ്. 12 കൊല്ലത്തെ ആളുടെ സമ്പാദ്യം മൈനസ് ആയി. ഇനി ആദ്യം തുടങ്ങണം. അപ്പോ അതായത് 22-24 വയസ്സിൽ പോയ ആള് ഇപ്പൊ 38 വയസ്സിൽ വീണ്ടും ആ 24 വയസ്സിലെ അവസ്ഥയിൽ നിന്ന് വീണ്ടും തുടങ്ങും. അപ്പോ അതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറഞ്ഞതിന്റെ ആവശ്യം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ എന്തിനു വേണ്ടി ഓടിയോ, വി പറയാറില്ലേ, വി സ്പോയിൽ അവർ ഹെൽത്ത് ഫോർ വെൽത്ത് ആൻഡ് ലേറ്റർ വെൽത്ത് ഫോർ ഹെൽത്ത്. നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ചെലവ് വരും. കാരണം എക്സ്പെൻസസ് എല്ലാം കൂടി കൂടി വരികയാണല്ലോ. അതെ അതെ, കറക്റ്റ്. ശരി, എന്തായാലും രമേശിന്റെ സർവീസസ് ഒന്നും കൂടെ ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് സർവീസസ് ആയിട്ട് വരുന്നത് രമേശിന്? നമുക്ക് പ്രൊഡക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ജനറൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസിൽ വെഹിക്കിൾ ഇൻഷുറൻസ് വരാം, ഷോപ്പ് ഇൻഷുറൻസ് വരാം, ഇതൊക്കെ വരാം. പിന്നെ ഇക്വിറ്റി ബ്രോക്കിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ നോർമലി ഇക്വിറ്റി ബ്രോക്കിങ്ങിന് ഒരു ലീസ്റ്റ് പ്രിഫറൻസേ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുമാതിരിയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് വരുന്നത്. ഇത്തരം പ്രൊഡക്ട്സ് വെച്ചിട്ട്, ഇത്തരം പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനി എന്നുള്ളതിനേക്കാൾ ഉപരി ഇത്തരം പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ പേഴ്സണലൈസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ വെൽത്ത് മാനേജ്മെന്റും ചെയ്യുന്നുണ്ടോ? അഡ്വൈസ്, പ്രൊഡക്റ്റ് സെൽ പ്ലസ് മാനേജ്മെന്റും ചെയ്യുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താ സാർ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാര് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് വേണ്ടി ചെയ്ത് അതിന്റെ മോണിറ്ററിംഗും കൂടെ അവർ ചെയ്തു കൊടുക്കും. അത് ചെയ്യുന്നുണ്ട്. പീരിയോഡിക്കൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ സ്വിച്ച് ചെയ്ത് വേറെ മാറണമെങ്കിൽ മാറും. അതായത് അവരുടെ ഇപ്പൊ ഒരു 15 കൊല്ലത്തെ 20 കൊല്ലത്തെ പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15-20 കൊല്ലം നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതാണ് ആ രീതിയിൽ നമ്മൾ അവരുടെ എത്രയാണോ ഗോള്, എന്താണോ ഗോള് വെച്ചിരിക്കുന്നത്, ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. ഗുഡ്. ഓൾറൈറ്റ്. സോ നമുക്കിനി ഓഡിയൻസിനോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെൽത്ത് റിലേറ്റഡ് ഇപ്പൊ ഇതുവരെ സംസാരിച്ച ടോപ്പിക് റിലേറ്റഡ് രമേഷിനോട് ചോദിക്കാനുള്ളത്? ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ സന്തോഷം. യെസ് യെസ് സന്തോഷം. ബിദുൻജി ബിദുൻജി നല്ലൊരു ടോപ്പിക്കാണ് ഇന്ന് ഇപ്പൊ ഡിസ്കഷൻ എടുത്തിട്ടുള്ളത്. വളരെ സന്തോഷം. ഇങ്ങനത്തെ ടോപ്പിക് ഇനിയും വേണം. ഇത് സമയം പോരാ, ഒരു മണിക്കൂർ കൊണ്ടൊന്നും ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ കഴിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ മലയാളികൾക്കിടയിൽ ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി താങ്കൾ പറഞ്ഞ ഒട്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയ ആളാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു അഡ്വൈസ് ചെയ്യാനോ ഒന്നും ആളുണ്ടായിട്ടില്ല. അപ്പൊ ഇതില് ഇപ്പൊ പുതിയ കാലത്ത് ഇപ്പം ഇവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വന്ന ഒരു സമയം, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ക്രിപ്റ്റോ കറൻസിയും ബിറ്റ് കോയിൻസും ഒക്കെ വന്നു പോയി നിൽക്കുന്ന സമയത്ത് അതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പൊ നേരത്തെ സാർ ചോദിച്ച പോലെയുള്ള നമുക്കൊരു 1 CR ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ കൊടുക്കാൻ കഴിയുമോ? ലൈക്ക് ഇക്വിറ്റിയിൽ മാത്രം ചെയ്യാതെ ഈ പറയുന്ന വോളറ്റൈൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിലും കൂടി അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് അറിയാൻ താല്പര്യമുണ്ട്. അത് ആക്ച്വലി നമ്മുടെ മെയിൻ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് റിസ്ക് ടേക്കിംഗ്. നമ്മുടെ ഒരു റിസ്ക് ടോളറൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ടൈം ഡ്യൂറേഷൻ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായിട്ട് റിസ്ക് തന്നെയാണ്. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി പോലുള്ളതൊക്കെ ആക്ച്വലി അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ സ്റ്റഡി ചെയ്യാത്തൊരു വിഷയമാണത്. കാരണം അത് എനിക്ക് അത്രത്തോളം അതൊരു പ്രോപ്പർ ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ അത് അത്രത്തോളം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു കൃത്യമായൊരു ഇത് ഞാൻ സ്റ്റഡി ചെയ്യുന്നേ ഉള്ളൂ. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ആക്ച്വലി എനിക്ക് സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി റിസ്ക് വെച്ച് നോക്കുമ്പോൾ. കാരണം ഒരു 40-45 ഇയേഴ്സിലെ റിട്ടേൺ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് ഇൻഫ്ലേഷൻ വന്നിട്ടുള്ളത് 8.3% ആണ്. ആ സമയത്ത് നമുക്ക് ഗോൾഡിലുള്ള റിട്ടേൺ 10 പോയിന്റ് സംതിങ് ആണ് ഗോൾഡിൽ റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം സെൻസെക്സ് കൊടുത്തുള്ള റിട്ടേൺ 17.3% ആണ്. അപ്പോൾ ഈ ഒരു നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ എപ്പോഴും നേരത്തെ സാർ പറഞ്ഞ മാതിരി ഒരു ഹിസ്റ്റോറിക്കൽ ട്രാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതെടുത്തിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഈവൺ ഒരു ഇമ്മീഡിയറ്റ് തുടങ്ങിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട്, നല്ല പെർഫോമൻസ് ഉള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനി ആയിരിക്കാം, പക്ഷെ അത് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ട്രാക്ക് റെക്കോർഡ് ഇല്ല നമുക്ക്. അപ്പൊ എന്താവുമെന്നും പറയാൻ പറ്റില്ല. റിസ്ക് എടുക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിനകത്ത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. മനസ്സിലായി. രമേശ്, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാം. ബിലുൻജി, ഈ നമ്മളുടെ ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ പോലുള്ള ടെക്നോളജിയിൽ ഒരുപാട് ക്യാഷ് ഫ്ലോ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈവൻ മില്യനേഴ്സ് ഒക്കെ ആവുന്നുണ്ട് നമ്മൾ കേൾക്കുന്നു. പക്ഷെ കാശ് ഉണ്ടാക്കുന്ന കുറെ പേരുണ്ട്, കാശ് പോകുന്ന കുറെ പേരുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഓതന്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ ഉടനെ കൊണ്ടുവരാം. ജസ്റ്റ് ക്രിപ്റ്റോ ആൻഡ് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ്. കാരണം അത് ഒരു വെൽത്ത് അഡ്വൈസർ എന്നുള്ള രീതിയിൽ നമുക്ക് റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു മേഖലയല്ല അത്. കാരണം ഇത് വളരെ ഹൈ റിസ്ക് ഉള്ളതാണ്. പല ക്രിപ്റ്റോ നമ്മൾ കേൾക്കുന്നതെല്ലാം സ്പാം എന്ന് പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നതിനനുസരിച്ച് ചിലപ്പോൾ വാനിഷ് ആയി പോയി എന്നൊക്കെ വരും. സോ അല്ല, അതില് ക്രിപ്റ്റോ ചെയ്യുന്ന കുറച്ച് പേരോട് സംസാരിച്ചപ്പോ ആ ചെയ്യുന്നവർക്കൊന്നും ഇത് കൃത്യമായിട്ട് അറിയൂല. ഇല്ലില്ല. കാരണം ഇതിനെ കുറിച്ച് നോളജ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. മറ്റുള്ളവരെല്ലാം വെറുതെ ഇൻസ്ട്രക്ഷൻ കേട്ട് ഫോളോ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. അതെ. അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആക്സസ് അവൈലബിൾ ആണ്, ഡിജിറ്റൽ വേൾഡ് അവൈലബിൾ ആണ്. അപ്പൊ പഠിച്ച് അങ്ങനത്തെ നോളജ് എക്സ്പെർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ വീട് വെക്കുക എന്ന് പറയുന്നത്, ലോൺ എടുത്തിട്ട് വീട് വെക്കുന്ന മലയാളികളുടെ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ലോൺ എടുത്ത് കാർ വാങ്ങുക, ലോൺ എടുത്ത് വർഷങ്ങൾ 30 കൊല്ലം കൊണ്ട് വീട് പണിയുക. ഈസ് ഇറ്റ് എ ഗുഡ് അസറ്റ്? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അതൊരു അസറ്റ് ആണോ? ഇങ്ങനെ അതിൽ തന്നെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ NRIs പോലുള്ള ആൾക്കാർ പലരുടെയും വീട് 2 നില 3 നില വീട് ഉണ്ടായിട്ട് അടച്ചിട്ടിരിക്കുക. കേരളത്തിലെ ഇങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അടുത്ത പല വീടുകളും അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ വാടകയ്ക്ക് പോലും കൊടുക്കാതെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സ്റ്റാറ്റസ് കോയുടെ ഭാഗമായിട്ട് ഒരു വീട് വെക്കുന്നു, വെറുതെ കിടക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത്? അത് എങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് അസറ്റ്സ് ആക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒന്ന് പറഞ്ഞത്. ഞാനൊന്ന് അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പഴനിക്ക് പോയപ്പോ കേരളം കിടന്ന് ഒരു 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ തമിഴ്നാട്ടിലെ വീടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഇൻവെസ്റ്റ്മെന്റ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ മലയാളികൾ വീട് വെക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും രണ്ടാണ്. അതൊരു മൈൻഡ് സെറ്റ് ആണ് ആക്ച്വലി. രണ്ടുപേരുടെയും ഒരു AC വെച്ച് ഇന്റീരിയർ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ സുഖം കിട്ടും. പക്ഷെ അതിന് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ഡിഫറെന്റാണ്.
ഇപ്പൊ ഞാൻ പേഴ്സണലി ചെയ്ത കാര്യം എന്താ വെച്ചാല്, ഞാൻ എറണാകുളത്ത് വീട് വെച്ചപ്പോൾ നമുക്കറിയാം ഇതൊരു ലയബിലിറ്റി ആണ്. കാരണം നമുക്ക് ലോൺ അടച്ചുകൊണ്ടിരിക്കണം. ലോൺ ഇല്ലാതെ വീട് വെക്കൽ വളരെ ടഫുമാണ്. അപ്പോൾ വീട് ആ, 3 നില വെച്ചു. എന്നിട്ട് 1 നില വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് 2 നില വീടുമായി ആ ലോൺ അടയ്ക്കാനുള്ള ഫണ്ട് റെന്റിൽ കിട്ടുന്നുണ്ട്. പാസീവ് ഇൻകം ആയിട്ട് വരും. പാസീവ് ഇൻകം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വീട് ലയബിലിറ്റി അല്ല. പക്ഷെ അതിന് മുന്നേ നാട്ടിൽ വെച്ച വീട് അടച്ചു തീരുന്നത് വരെ പ്യുവർ ലയബിലിറ്റി ആയിരുന്നു. അപ്പോ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ബാക്കി രമേശിക്ക് പറയാനുള്ളത് പറയാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ ഒരു അതായത് പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലയബിൾ ആവില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, ഈവൻ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ നമ്മൾ താമസിക്കാൻ വേണ്ടി ചെറിയ വീടാണെങ്കിൽ പോലും അത് ലോൺ എടുത്ത് ചെയ്താൽ അത് ഡിപ്രിസിയേറ്റഡ് ആയിട്ടുള്ള ഒരു അസറ്റ് തന്നെയാണ് അത് വരുന്നത്. ഇപ്പൊ കാർ എടുക്കുകയാണെങ്കിലും. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് എടുക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ, നമുക്ക് നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഈ ലോണിനെ കുറയ്ക്കാം പരമാവധി. അല്ലെങ്കിൽ നമ്മൾ ഈവൻ ലോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പാരലലി ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ്, കാരണം പലരും ചെയ്യുന്നത് എനിക്ക് ലോൺ ഉണ്ട്, എനിക്ക് ബാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. നമുക്ക് പാരലലി ലോൺ എത്രയുണ്ടെങ്കിലും പാരലലി ഒരു ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റ് ആയിട്ട് പോകണം എന്നുള്ളതാണ്, ചെറുതായാലും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് ഈ ലോൺ കുറയ്ക്കാം, ബാധ്യത കുറയ്ക്കാൻ പറ്റും കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ തന്നെ. അപ്പോൾ 30 വർഷത്തെ ലോണൊക്കെ ചിലപ്പോൾ 15 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യുന്ന ആൾക്ക് ലോൺ എടുക്കാതെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് പോസിബിൾ ആണ്. അതെ അതെ അതെ. അതാണ് അതൊക്കെ അതിനകത്ത്. പക്ഷേ ഒരു അത്രയും ലോങ് ടൈം ഒന്നും പ്ലാൻ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം കുറച്ച് ഫണ്ട് സുരുക്കൂട്ടി വരുമ്പോൾ അത് വേറെ എവിടെയെങ്കിലും പോയി ചിലപ്പോ. അല്ല, ഇതിപ്പോ ഒരു നിങ്ങള് 10,000 രൂപ വെച്ചിട്ട് ഒരു 20 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഒരു 30 വയസ്സുകാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത വഴി ചോദിക്കുന്നത് അത്രയും കാലം ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോ അതെ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആള് 25,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഹോം ലോൺ എടുത്തിട്ട് 30 വർഷം അടയ്ക്കാൻ തയ്യാറാവുന്നു. അപ്പൊ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ട്. അതാണ് അതിന്റെ വൈരുദ്ധ്യം. അല്ല ലോൺ എടുക്കണേല് അത് ഉറപ്പല്ല രമേശ്. അത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആളുടെ തലയിലാണല്ലോ മൈൻഡ് സെറ്റ് ആയിരിക്കും. അല്ല, അത് ഇതെല്ലാം മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് അതെല്ലാം ആയിട്ട് മൈൻഡ് സെറ്റ് അതിലേക്ക് ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. യെസ്, നമുക്കിനി അടുത്ത ആളിലേക്ക് പോവാം. വിജിക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ഒരുപാട് പേർക്ക് വെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ്. Hello, good evening, sir. ഗുഡ് ഈവനിങ്. സെൻസെക്സ് ട്രേഡിംഗ്, ഇക്വിറ്റി ട്രേഡിംഗ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ. ഓക്കെ, അവർ ലൈക്ക് പലപ്പോഴും റിയലി മിസ് ചെയ്തിട്ടുണ്ട്. പല ലൈക്ക് എന്താ പറയാ, അത് കിട്ടേണ്ടത് കൂടി കിട്ടാണ്ട് ഞാൻ റിയലി സ്വിംഗ് ട്രേഡിംഗ് ആ ചെയ്യുന്നത്. ഞാൻ ഒരു സ്റ്റോക്കിൽ തന്നെ 10 lakhs ഇടും, എന്നിട്ട് പെട്ടെന്ന് എടുക്കും. ലൈക്ക് IRFC-യിലായിരുന്നു റിയലി ലാസ്റ്റ് മന്ത്. അത് കഴിഞ്ഞ് ഞാൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ആ 10 lakhs എനിക്കൊരു 7 lakhs എനിക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പൊ ഒരു മൈൻഡ് സെറ്റ് ആണ്, ലൈക്ക് വി ഹാവ് ടു ഹോൾഡ് ഒരു പേഷ്യൻസും ഹൈ റിസ്കും. ബട്ട് ഇപ്പൊ ഞാൻ സ്റ്റക്ക് ആയിട്ട് ഇപ്പൊ താഴേക്ക് ഒരു 3 lakhs താഴേക്ക് മൈനസിലേക്കാണ് പോയേക്കുന്നത്. അല്ല, സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പേഷ്യൻസ് ചിലപ്പോൾ ദോഷമായിട്ട് സംഭവിക്കും. അതെ സർ, എനിക്ക് പേഷ്യൻസ് കുറച്ച് കുറവുള്ള ആളാണ്. അപ്പം എനിക്ക് ഫാസ്റ്റ് ഇങ്ങനെ സ്ലോ മൂവിങ് സ്റ്റോക്സ് ഒന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ കുറെ എനിക്കൊന്ന് കുറെ എമൗണ്ട് സ്റ്റക്ക് ആയിട്ട് തന്നെ ഇരിക്കുക. ഞാൻ വെയിറ്റ് ചെയ്യാണ് അത് പുറത്ത് വരാനായിട്ട്. അങ്ങനെ 2 years ആയി ട്രേഡിംഗ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതില് സ്റ്റോക്കില് ഇതിലും ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ എന്നാണോ ചോദിക്കുന്നത്, അതോ ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ? ഞാനൊരു ലൈഫ് ലോങ് ഒരു ട്രേഡിംഗ് ഒരു കോഴ്സിലൊക്കെ ഉണ്ട്. അത് ഞാൻ കറക്റ്റ്ലി അത് അറ്റൻഡ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ട്രേഡിംഗ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇൻട്രാഡേ ട്രേഡിംഗ് ഇല്ല. സ്വിംഗ് ട്രേഡിംഗ് ഇക്വിറ്റി സേഫ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ ഒരു 6 lakhs മ്യൂച്വൽ ഫണ്ട്സ് ഇടാന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊരു ഉറപ്പില്ലല്ലോ. മേ ബി ഇറ്റ് വിൽ ഗോ അപ്പ്. അത് നമ്മൾ ആ കറക്റ്റ് ടൈം ആ ഒരു ഹൈ ആ ടൈമിന് ഇറങ്ങിയില്ലെങ്കിൽ റിയലി ഇറ്റ് വിൽ ഗോ ഡൗൺ ദ സെയിം വേ ഡൗൺ അല്ലേ. നമ്മൾ മേ ബി ഒരു ടൈം പീരീഡ് പറയുന്നുണ്ടാവും. അതിന്റെ ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവൂല. അല്ല, സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വോളറ്റിലിറ്റി ഫേസ് ചെയ്യാൻ തയ്യാറുള്ള ആൾ മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ആണെന്ന് പറയാൻ പാടില്ല.
അങ്ങനല്ല സാർ, ഞാൻ റിയലി ഒരു 6 lakhs equity ഇടാണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം അത് റിയലി എന്താ പറയാ, എനിക്ക് തോന്നി അത് അതിനേക്കാൾ ബെറ്റർ ഇക്വിറ്റി ആയിരിക്കും. അപ്പൊ പിന്നെ 6 lakhs കൂടെ ഞാൻ ഇക്വിറ്റിക്ക് ഇട്ടു. 26 ഉണ്ട് ഇക്വിറ്റി ഓക്കെ ട്രേഡിംഗ്. ഓക്കെ. അത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വോളറ്റിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം റിസ്കിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം വർക്കൗട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ അതിന്റെ അത് രണ്ടും റിസ്ക് തന്നെയാണ്, റിസ്കി ഫാക്ടേഴ്സ് തന്നെയാണ് ഈ രണ്ടും വരുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രീഡിനെസ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഒരു എപ്പോഴും സേഫ് ആയിട്ട് വരും. ഈവൻ റിസ്ക് എടുക്കണമെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട് എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 20% ഒക്കെ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അത് കിട്ടുമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. പക്ഷേ ഞാൻ കൂടുതലും ലാർജ് ക്യാപ് ഇൻഡസ്ട്രീസിലാണ്. ബിക്കോസ് എനിക്ക് കുറച്ച് മീൻസ് ലൈക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ സ്മോൾ ക്യാപ് ഇൻഡസ്ട്രീസ് എന്ത് സംഭവിക്കാം. അല്ല, ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പ് ആണ് സേഫ്. അതെ, അപ്പൊ സ്റ്റക്ക് ആയവർ എന്റെ ഫാമിലിയിലുണ്ട് ആർകോമില്. അതെ അതെ അതെ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, സോ നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആസിഫിക്ക. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, നോർമലി ഞാൻ ശരിക്കും ഇതിനു മുമ്പ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ ഫിനാൻസ് മാനേജ്മെന്റിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു രസകരമായ രീതിയിലുള്ള ഒരു ഇൻസൈറ്റ്, ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ട്രെയിനർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ചെലവുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നത് എന്താണോ അതല്ല നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. പകരം നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇത്ര മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ നമ്മളൊരു സേഫർ ആയിട്ടുള്ള ഒരു സേഫ് സോണിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് കിട്ടിയൊരു ഇൻസൈറ്റ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർമലി ഇപ്പം രമേശ് സാർ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, പ്ലാൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഐ തിങ്ക് മിക്ക ആളുകളും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള പല നീഡ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, ലോൺസ് ഉണ്ട്, EMIs ഉണ്ട്, ഈ പറയുന്ന പോലെ നീഡ് ഉണ്ട്, വാണ്ട് ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഒരു സേഫ് ആയിട്ട് നമ്മൾ എങ്ങനെ, അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി നീക്കി വെക്കാൻ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ മണിയെ മാനേജ്മെന്റ്, ഇതിലായിരിക്കും എനിക്ക് തോന്നുന്നത് ശരിക്കും ഈവൻ ഈ പറയുന്ന പോലെ എനിക്കടക്കം സത്യത്തിൽ സമൂഹത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ആദ്യമായിട്ട് വേണ്ട ഒരു നോളജ് എന്ന് പറയുന്നത് അതാണെന്ന് തോന്നുന്നു. ഹൗ ടു മാനേജ് മണി, നമുക്ക് വരുന്ന ഇൻകം സോഴ്സസിനെ ഏതെല്ലാം മേഖലയിൽ കൃത്യമായ രീതിയിൽ ചെലവഴിക്കാം, എവിടെയൊക്കെ എത്രമാത്രം പൈസ പ്ലേസ് ചെയ്യണം, നമ്മളുടെ ഡെയിലി നീഡ്സിന് വേണ്ടി എത്ര മാറ്റി വെക്കണം, നമ്മളുടെ എന്താ പറയുന്നത് ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്ര മാറ്റി വെക്കണം, അപ്ഗ്രഡേഷൻ ആയിട്ട് വരുന്ന നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും നമ്മളുടെ എന്താ പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾ, സ്പെഷ്യൽ വാണ്ട്സിന് അതിനു വേണ്ടി എത്ര മാറ്റി വെക്കണം, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് അതിൽ നിന്ന് ഇങ്ങനെ ഇതുള്ളിൽ നിന്ന് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എത്ര പെർസെന്റേജ് നമ്മൾ മാറ്റി വയ്ക്കണം, അത്തരത്തിൽ എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി മാറ്റി വെച്ച് അതിലൂടെ ഡെവലപ്പ് ചെയ്യണം എന്നതിൽ കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കാം ഒന്നുകൂടെ. ശരിക്കും പറഞ്ഞാൽ അതിനൊരു കൃത്യമായ രീതിയിലുള്ള ആക്ച്വലി ചില സെഷൻസിലൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇതിന്റെ ഒരു ഗ്രാഫ് 20% ഫോർ ദിസ് 30% ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതിപ്പോ സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം അത് തപ്പി നടക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പേഴ്സണൽ ഫിനാൻസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഡെയിലി സ്കിൽസിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഫ്രീ കോഴ്സ് ആണ്. ചെക്ക്ഔട്ട് ചെയ്യേണ്ടവർക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഇത്ര രമേശ് പറഞ്ഞ പോലെ ഇൻഡെപ്ത് നോളജ് ഒന്നുമില്ല, ഒരു ഉപ്പർ കുറച്ച് നോളജ് ആണ്. അതെ അതെ അതെ, അത് ശരിക്കും ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറയുന്നതോടെ അങ്ങനെ ഇരിക്കുന്ന ഒപ്പം തന്നെ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റും അതിനെ എങ്ങനെയായിട്ട് കൊണ്ടുപോകാം ഇങ്ങനെയുള്ള അതിനകത്ത് അവിടെയാണ് ഈ പറഞ്ഞ ഒരു പീരിയോഡിക്കൽ റിവ്യൂ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ്, ഫൈനാൻഷ്യൽ കൗൺസിലിംഗ് റെഗുലർലി കിട്ടണം ആളുകൾക്ക്. അവിടെയാണ് നമ്മൾ രമേശ് അല്ലേ, അത് ഒരു ഓൺഗോയിങ് ആയിട്ട് പോകേണ്ട ഒരു സർവീസ് ആണ്. അതെ അതെ, അത് ഇപ്പൊ ഒരു 15 കൊല്ലത്തെ പ്ലാൻ ഇട്ടാൽ ഈ 15 കൊല്ലം റെഗുലർ ഇന്റർവെല്ലിൽ അവർക്ക് അത് കിട്ടണം, പീരിയോഡിക്കലി കിട്ടണം. അതാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, അല്ലാതെ ഒറ്റ തവണത്തെ ക്ലാസ് കൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ള ആളായിട്ട് മാറ്റാൻ പറ്റില്ല.
കാരണം അത് പ്രാക്ടിക്കലി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആക്ച്വലി ഉണ്ടെന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എന്റെ സംസാരത്തിലോ എന്റെ പെരുമാറ്റത്തിലോ അത് പ്രതിഫലിക്കുമ്പോഴല്ലേ ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഞാൻ അറിവുള്ള ആളാണെന്ന് വരുന്നത്. അപ്പോ അത് പ്രാക്ടിക്കലി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ സാർ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാ അല്ല എക്സ്പെൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു ഇതാണ്, എന്താ പറയാ, ഒരു കോൺസെപ്റ്റ് ആണെങ്കിലും അത് മോസ്റ്റ് പ്രോബബ്ലി നടക്കില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ പറയാ ഇൻവെസ്റ്റ്മെന്റ് വേണം, എക്സ്പെൻസിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റ് ആയിട്ടും വേണമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പ്രാക്ടിക്കലി അത്രേ നടക്കുള്ളൂ. അതിനാണ് ഒരു 30% എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഏർണിങ്സിന്റെ 30% ഇൻവെസ്റ്റ് ചെയ്യാം. 30% ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. അതിന് നമ്മൾ സ്വയം ട്രെയിൻ ചെയ്തെടുക്കുക. കാരണം ഇപ്പോൾ ഒരു 10,000 രൂപ ശമ്പളമുള്ള ആൾക്ക് അല്ലെങ്കിൽ 20,000 രൂപ ശമ്പളമുള്ള ആൾക്ക് ഒരു 14,000 രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ സാലറി കട്ട് ചെയ്താൽ എന്തുണ്ടാവും, ഒരു 3,000 കട്ട് ചെയ്തു, 10,000 ഉള്ള ആൾക്ക് 3,000 സാലറി കട്ടിങ് വന്നു ഒക്കേഷണലി. ജോലി നിർത്തി പോവില്ലല്ലോ, ആ 7,000 കൊണ്ട് ആള് മാനേജ് ചെയ്യും കുറച്ച് നാളത്തേക്കെങ്കിലും. ആ ഒരു മൈൻഡ് സെറ്റ് റെഗുലർ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും 30% വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ അവിടെ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും കഴിഞ്ഞിട്ട് എക്സ്പെൻസ് കൊണ്ടുവരാൻ പറ്റില്ല. വേണമെങ്കിൽ പറ്റും, പ്രാക്ടിക്കലി നമുക്ക് പറയാൻ വേണമെങ്കിൽ കോൺസെപ്റ്റ് ആയിട്ട് പറയാം. പക്ഷെ ഏറ്റവും എളുപ്പം ഇതാണ്, ഒരു 30% മാറ്റി വെക്കാൻ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇനഫ് ഫോർ റിട്ടയർമെന്റ് ഓർ വെൽത്ത് ക്രിയേഷൻ. താങ്ക് യു സർ. ശ്രുതി, ഇറ്റ്സ് യുവർ ടേൺ. ഗുഡ് ഈവനിങ് സുബി, ഗുഡ് ഈവനിങ് രമേഷ് സർ. Good 2 evening. ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു സർ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോ അങ്ങനെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അറിവില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്സ് ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രോ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എത്രമാത്രം സേഫ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയണോ അതോ പിന്നെ പറഞ്ഞാൽ മതിയോ? ഇത് പറഞ്ഞിട്ട് പറഞ്ഞാലും മതി. ഓക്കെ സർ. ഓക്കെ, ഇതില് ടെക്നോളജി വൈസ് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പൊ അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജി യൂസ് ചെയ്യണോണ്ട് ഒരു തെറ്റുമില്ല. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, ശരിയാണ്. പക്ഷെ ഈ ടെക്നോളജി യൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായ ധാരണ ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം ഇൻ കേസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത് എത്ര ബാലൻസ്ഡ് ഫണ്ടാണോ, ഡെപ്റ്റ് ഫണ്ടാണോ, ഇക്വിറ്റി ഫണ്ടാണോ, അത് സ്വിച്ച് ചെയ്യേണ്ട സമയത്ത് സ്വിച്ച് ചെയ്യണോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡെപ്ത് നോളജ് ക്രിയേറ്റ് ചെയ്ത് ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഗ്രോ ആപ്പ് പോലുള്ള ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെ ആ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ മീൻസ് എന്താ പറയുക, ടെക്നിക്കൽ നോളജ് ഈ ഒരു ഫീൽഡിൽ ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു കൺസൾട്ടിങ് എടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് അഭികാമ്യം. ഓക്കെ സർ, താങ്ക് യു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരു സ്ത്രീ, ഇപ്പൊ ഒരു 40 years ആയിട്ടുള്ള ഒരാൾക്ക് 10 yearsന്റെ ഉള്ളില് ഒരു നല്ലൊരു എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 50 lakhs അല്ലെങ്കിൽ ഒരു 25 lakhs അത്ര ഏൺ ചെയ്യണം വെച്ചെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടോ? അതോ സാർ എങ്ങനെയുള്ള ഒരു ഇതാണ് പറയുക, മ്യൂച്വൽ ഫണ്ട് പറയോ അതോ സിപ്പ് പറയോ? ഒന്നും കൂടി പറയാമോ, എത്ര വയസ്സുള്ള ആള് എന്താ പറഞ്ഞ? 40 years ആണ്. 40 years. അപ്പൊ 40 yearsന്റെ ആൾക്ക് 10 yearsന്റെ ഉള്ളിലെ ഒരു ഇൻകം, ഒരു ഇൻവെസ്റ്റ്മെന്റ് സെറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ഈ സിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി സിപ്പ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ്, അത് ഒരു മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. മ്യൂച്വൽ ഫണ്ടാണ് പ്രോഡക്റ്റ്. അത് സിപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മ്യൂച്വൽ ഫണ്ട് 2 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലംസം ഇൻവെസ്റ്റും ചെയ്യാം, സിപ്പ് ആയിട്ടും ചെയ്യാം. ലംസം എന്ന് പറയുമ്പോൾ ഒറ്റത്തവണ. ഒരു സംശയമുള്ളത്, അതായത് ഒറ്റ എമൗണ്ട് നമ്മള് ഇപ്പോ ഞാന് ഒറ്റ എമൗണ്ട് ഇട്ടിട്ട് 3 years കഴിഞ്ഞ് അല്ലെങ്കിൽ 5 years കഴിഞ്ഞ് അതെടുത്ത് വീണ്ടും അത് നെക്സ്റ്റ് ഒരു 5 years ഇടുന്നതാണോ നല്ലത്, അതോ ഞാൻ എല്ലാ മാസവും സിപ്പ് അടയ്ക്കുന്നതാണോ നല്ലത്? ആക്ച്വലി മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇപ്പോൾ 5 year അടച്ചിട്ട് പിന്നെ എടുത്ത് വീണ്ടും ഇടുന്ന ഒരു FD പോലെ ചെയ്യേണ്ട ഒരു ഒന്നല്ല. അത് 10 year ആണെങ്കിൽ 10 year കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നതും SIP ചെയ്യുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഈ ലംസം ഇൻവെസ്റ്റ്മെന്റ് ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കുറച്ച് കൂടുതൽ കമ്പാരിറ്റീവ്ലി SIPകളും ബാധിക്കാം.
പക്ഷെ ലോങ് ടേം ആണെങ്കിൽ ഇപ്പോൾ ഒരു മോർ ദാൻ 3 ഇയർ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് റിസ്ക് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. റിസ്ക് അല്ല, പക്ഷെ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാൻ കോസ്റ്റ് ആവറേജിങ് വരാനും കോമ്പൗണ്ടിങ് റിട്ടേൺ കൂടുതൽ കിട്ടാനും SIP ആണ് ഏറ്റവും ബെസ്റ്റ്. സേഫ്റ്റിയും കൂടുതൽ SIP ആണ്. കാരണം കോസ്റ്റ് ആവറേജിങ് കറക്റ്റ് ആയിട്ട് നടക്കും, ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കും, 100% ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കും. അതാണ് SIP ഉള്ള ഓപ്ഷൻ. SIP ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും, നമുക്ക് ടോപ്പ് അപ്പ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 10% ടോപ്പ് അപ്പ് ആയിട്ട് ചെയ്യാം. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാലറി ഹൈക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇയർലി വരുന്ന ഹൈക്ക് ടോപ്പ് അപ്പ് ആയിട്ട് SIP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലുള്ള എക്സ്പെൻസോ അല്ലെങ്കിൽ അങ്ങനെ പല എക്സ്പെൻസുകളും നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സാലറി ഹൈക്ക് വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാൻ ശ്രമിക്കും. കാരണം നമുക്ക് അതാണല്ലോ ആഗ്രഹം. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ കൂടും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പോകുന്ന ഹോട്ടൽ, നമ്മൾ സിനിമ കാണുന്നത്, ഇതെല്ലാം വ്യത്യാസം വരും. ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. അപ്പൊ ആ മാറ്റം ആക്ച്വലി നമ്മൾ മണി ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ട്രാക്കിലായി സിസ്റ്റം ഡ്രിവൺ ആവാന്ന് പറയുന്ന മാതിരി, ഓഫീസ് നമ്മുടെ ബിസിനസ് സിസ്റ്റം ഡ്രിവൺ ആവുന്ന പറഞ്ഞ മാതിരി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏണിങ്സും സിസ്റ്റം ഡ്രിവൺ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള ടോപ്പ് അപ്പ് പോലുള്ള ഫെസിലിറ്റി നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. കുറച്ച് ബോധപൂർവ്വം നമ്മൾ അത് ചെയ്യണം. അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, താങ്ക് യു ഇനി സുബി ഫോർ ബ്രിങ്ങിങ് രമേഷ് സർ. സോ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരുപാട് ടൈം നമ്മൾ കൂടുതൽ എടുത്തു, പക്ഷെ ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റെഗുലർ 10 മിനിറ്റ് എല്ലാ ദിവസവും അങ്ങനെ പ്ലാൻ വല്ലതും ഉണ്ടോ? അങ്ങനെ കൊടുക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ? ആളുകൾക്ക് അറിയില്ലല്ലോ, ഇതിപ്പോ 1 മണിക്കൂർ കൊണ്ട് ഒന്നും ആയിട്ടില്ല. അല്ലല്ല, എന്തായാലും രമേഷ് ജി സ്വന്തം കോച്ചിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമുക്കതിലും ജോയിൻ ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ജോയിൻ ചെയ്യാം. രമേഷ് ജിയുടെ വെൽത്ത് മാനേജ്മെന്റ് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ദിസ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ. താങ്ക് യു ഓൾ. Okay, so thank you Ramesh ji for joining in, and it was really awesome, very helpful, and നമുക്ക് ഒരുപാട് ഇത് ഒരു സോഷ്യൽ ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ്. സോ വി വിൽ ഓർഗനൈസ് എ വർക്ക്ഷോപ്പ്, ഓൺലൈൻ വർക്ക്ഷോപ്പ്, ഒരു 1.5 മണിക്കൂറിന്റെ 2 സെഷൻസ് ചേർത്ത് ഒരു 3 മണിക്കൂർ വരുന്ന രീതിയിൽ ഒരു വീക്കെൻഡ് നമുക്ക് ഉടനെ തന്നെ ഒരു ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് വി വിൽ അനൗൺസ് ദാറ്റ്. ഓക്കെ, കാരണം അത് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ താങ്കൾക്കും അതിൻ്റെതായ വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടും, ഒരുപാട് പേർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ഫോർ ഗിവിംഗ് യുവർ വാല്യുബിൾ ടൈം. ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞതാണല്ലോ, കുറച്ച് നേരത്തെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് സെഷൻ. അപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത്തരം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക്സ്. അല്ല, ഇത് കൂടുതൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമ്മളൊരു thousands ഓഫ് പീപ്പിളിന്റെ അടുത്തേക്ക് എന്തായാലും എത്തിക്കും. നമ്മൾ അതിനുള്ള സിസ്റ്റംസ് എല്ലാം ബാക്കിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഹോട്ട് സീറ്റും എല്ലാ സെഷൻസും ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അതും ഒരു താങ്കൾക്കൊരു വിസിബിലിറ്റി ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ റിവാർഡ്സ് വരും. ഓൾറൈറ്റ്, സോ വൺസ് അഗൈൻ താങ്ക് യു എവരി വൺ. ആൻഡ് നമുക്ക് ഇനി നെക്സ്റ്റ് മൺഡേ കാണാം. അതിനിടയിൽ ഞാൻ ഈ സെഷൻസിന്റെ റെക്കോർഡിങ്സ് എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. Do watch it, learn and implement. And thank you once again. Bye. Take care.